സതീശ തമ്പ്രാൻ സംസാരിക്കാൻ വരുമ്പോൾ അണികളായ കോൺഗ്രസ്സുകാർ അടിമകളെപ്പോലെയാകണം. അത് സതീശ തമ്പ്രാൻ്റെ ഉത്തരവാണ്. ഇപ്പോഴിതാ പരസ്യമായി പൊതുജനങ്ങളുടെ മുൻപിൽ വച്ച്, മാധ്യമങ്ങളുടെ മുൻപിൽ വച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ്സുകാരായ അണികളെ അപമാനിക്കുന്ന ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, ഈ പൊരിയുന്ന കൊടും ചൂടിൽ നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അവരുടെ അഭിലാഷം ഈ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു പുതുയുഗ പിറവി നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നാണ്. നമുക്കറിയാം, സമസ്ത മേഖലയെയും ഈ സർക്കാർ തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഒരു നാടിന്റെ ഘടന ഈ നാടിന്റെ സമ്പദ്ഘടനയാണ് ഒരു നാടിന്റെ നട്ടെല്ല്. അത് തകർന്നു കിടക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. അടുത്ത മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷേ 6 ലക്ഷം കോടി രൂപയുടെ കടം മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇവരിറങ്ങുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കാരണം എന്താ? കണ്ടല്ലോ, സതീശ തമ്പ്രാൻ സംസാരിക്കാൻ വരുമ്പോൾ അണികളെല്ലാവരും അടിമകളെപ്പോലെ പഞ്ചപുച്ഛമടക്കി നിൽക്കണം. ഇതാണ് സതീശ തമ്പ്രാൻ്റെ ആഗ്രഹവും ആവശ്യവും. പക്ഷേ സതീശ തമ്പ്രാൻ പറയുന്നത് മുഖവിലക്കെടുക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകരോ അണികളോ നേതാക്കന്മാരോ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്നാലും മൈക്കിൽ കൂടി ഇത്രയും ദേഷ്യത്തോടെ ആ കോൺഗ്രസ് പ്രവർത്തകരെ ഇത്രയും ജനങ്ങൾക്ക് മുൻപിൽ വച്ച്, മാധ്യമങ്ങൾക്ക് മുൻപിൽ വച്ച് അപമാനിക്കണമെങ്കിൽ ഒരു നേതാവായിരിക്കുവാനുള്ള, ഒരു ജനപ്രതിനിധിയായിരിക്കുവാനുള്ള എന്ത് യോഗ്യതയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനുള്ളത്? താൻ സംസാരിക്കാൻ വരുമ്പോൾ സദസ്സിലിരിക്കുന്ന അണികളാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങളാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ്റെ പ്രസംഗം കേൾക്കാൻ അവർ മുതിരുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? സതീശൻ്റെ നിലപാടുകളോട് അവർക്ക് യോജിപ്പില്ല എന്നാണ്. ഇനി അവരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതാണെങ്കിൽ സതീശൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. മറിച്ച് സതീശൻ അവരോട് പറയാം, ഞാൻ സംസാരിക്കുകയല്ലേ, നിങ്ങൾക്ക് സ്വല്പനേരം, കുറച്ചു നേരം മിണ്ടാതിരുന്നുകൂടെ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചയിൽ ഏർപ്പെടാമെന്ന്. പക്ഷേ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന തമ്പ്രാൻ മനോഭാവം അതിന് സമ്മതിക്കുന്നില്ല. പൊതുവേദിയിൽ വച്ച് പുതുയുഗ യാത്രയുടെ വേദിയാണത്. അതായത് അധപ്പതിച്ചുപോയ കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പ്രസ്ഥാനത്തെ വീണ്ടും പഴയതുപോലെ ഊർജ്ജസ്വലമാക്കുവാൻ വേണ്ടി നടത്തുന്ന പുതുയുഗയാത്ര. ആ പുതുയുഗയാത്രയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സതീശൻ പഴഞ്ചൻ രീതികൾ, തമ്പ്രാൻ മനോഭാവം പുറത്തെടുക്കുന്നത്. ഈ ദൃശ്യങ്ങൾ മുൻനിര മാധ്യമങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. 1-2 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സതീശൻ്റെ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് സതീശൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന മുൻനിര മാധ്യമങ്ങൾ, മാധ്യമങ്ങൾ ഈ വാർത്തകൾ എത്ര മറവ് ചെയ്താലും സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇത്തരം ദൃശ്യങ്ങളെ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും.